ചേച്ചി അങ്ങനെ ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാനേ പിന്നെ വിളിക്കാം കേട്ടോ. അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യുമ്പോ എന്ന് പറഞ്ഞ് കഥകളി കാണിക്കുന്നത് എന്താ? എനിക്ക് ആരാന്നറിയുള്ള ഉണ്ടല്ലേ അതെ അതെ അത് ആരാന്ന് നിന്നെ അറിയിച്ചിട്ട് വേണം എനിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിട്ട്. അല്ലേ വീട്ടിലൊരു ജോലിക്കാരി ഉള്ളപ്പോൾ ആരാ വിളിക്കുന്നതെന്നൊക്കെ എന്നോടൊന്ന് പറയണ്ടായോ കൊച്ചമ്മ? നിന്നോട് പറയേണ്ട ഒരു കാര്യമില്ല, കഴിഞ്ഞല്ലോ. എന്നാലും കൊച്ചമ്മ ഒന്ന് പറ, ആരായിരുന്നു വിളിച്ചത്? എന്തിനായി പറഞ്ഞിട്ട്? എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ട്. എന്നെ ഒന്ന് ദുൽഖർ വിളിച്ചതാ. പിന്നെ എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചെന്നോ? അതെന്തിനാ നീ അറിയണേ? അല്ലെ ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. കുറച്ചു മുമ്പ് എന്നെ മമ്മൂക്ക വിളിച്ച അക്കാര്യത്തിനാണോ ദുൽഖർ വിളിച്ചത്? അത് ഞാൻ പറയത്തില്ല. ദുൽഖർ എന്തിനാ വിളിച്ചെന്ന് ആദ്യം. മമ്മൂക്ക എന്തിനാ വിളിച്ചെന്ന് പറയാതെ നീ ഇവിടുന്ന് പോവില്ലല്ലോ. മമ്മൂക്ക എന്നെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാ എനിക്ക് സുഖം അല്ലേന്ന് അറിയാൻ വേണ്ടി. അത് ചോദിക്കും. കാരണം നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാലോ. ചുമ്മായിരിക്കും കൊച്ചമ്മേ. ദുൽഖർ എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ കാര്യം പറ. കേരളത്തിലെ തിയേറ്ററിൽ ഇരുന്ന് ഒന്നും സിനിമ കാണാൻ പറ്റൂല. പിന്നെ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ക്യാപ്പ് ഒക്കെ ഒന്ന് ചരിച്ചു വെച്ചിരുന്ന സിനിമ കാണാത്. അപ്പൊ ഈ ലാലേട്ടനും മമ്മൂക്കയൊക്കെ എങ്ങനെ ഈ സിനിമ കാണുന്നേ? അവര് വളരെ അപൂർവമായിട്ടല്ലേ പോവുള്ളൂ. ഇടി താരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബേബി ശ്യാമിലിയും ശാലിനിയും ഉണ്ടായിരുന്നില്ലേ? മാളൂട്ടി മാമാട്ടിക്കുട്ടിയമ്മ അവർ രണ്ടുപേരും ഒരു പുതിയ സെൽഫി എനിക്ക് അയച്ചു തന്നെ. എന്താ വെച്ചാൽ അങ്ങ് വളർന്ന് മുട്ടക്കാരനായല്ലേ. ഇതേ കഴിഞ്ഞ ദിവസം എൻ്റെ ശാലിനിയും കുഞ്ഞും ഉണ്ടല്ലോ, മോങ്കൊച്ച്, അവർ രണ്ടുപേരോടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ. അയ്യോ, മോനൊക്കെ അങ്ങ് വലുതായി, പക്ഷെ ശാലിനി എന്താ പ്രായമാവത്തെ? അതാണ് കൊച്ചമ്മ, ഇവർക്കല്ലേ ഈ സൗന്ദര്യം എന്തിനാ ഈ ദൈവം വാരി കോരി ഇങ്ങനെ അങ്ങ് കൊടുക്കുന്നേ? നിനക്കാണെ അസൂയ മാത്രമേ വാരിക്കോരി തന്നുള്ളൂ. ആദ്യം കൊച്ചമ്മയല്ലേ പറഞ്ഞത് കൊച്ചു വളർന്നിട്ടും തള്ള വളർന്നില്ലെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ മോൻ വളർന്ന് ശാലിനി വളർന്നില്ല. അയ്യാ, വിഷയം മാറ്റി പോന്ന പോക്കേ. അല്ല, സംഭവം ഇപ്പോൾ എല്ലാവരെയും നമ്മളായിട്ട് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു ദിവസം 2 നേരം ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അല്ലേ? പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ശരീരം അതാണ് നമ്മുടെ ടൂള്. നമ്മുടെ ശരീരം ആരോഗ്യമുള്ള ഒരു ശരീരം വേണമല്ലോ. അപ്പം നമ്മളൊരു ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. അതെ പറഞ്ഞു ശരി 2 നേരം ഭക്ഷണം കഴിക്കുന്നുള്ളല്ലേ ഇങ്ങനെ നിക്കുന്നത്? അല്ല, ഇത് ആരെയും പറയണത് അല്ലേ? ഈ വീട്ടിലൊരു ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നത് ഈ ചക്ക മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചക്ക ഇരിക്കേണ്ട പോലെ ഇരിക്കുന്നേ. പുതുമനെ 2 നേരം കഴിച്ചിട്ട് ഇങ്ങനെ ആയി പോയല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമല്ല. അതായത് ഞാൻ ഞാനാണ് 2 നേരം ഭക്ഷണം കഴിക്കണേന്ന് പുതുമനെ പറഞ്ഞല്ലോ. പുതുമനെ പറഞ്ഞ എന്തിട്ടാണ് ഞാൻ 2 നേരം ഭക്ഷണം കഴിക്കണമെന്നല്ല. നമ്മുടെ അങ്കമാലി ഡയറീസിൽ ആ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ, ആ പെപ്പനെ വളച്ചാ പെൺകുച്ചി, ലിച്ചി അന്നലക്ഷ്മ രാജല്ലേ, ആ കുട്ടി പറയാണ് 2 നേരം മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ കുറെ ദിവസങ്ങളായിട്ട്. അങ്ങനെയാണ് കഷ്ടപ്പെട്ട് തടി കുറച്ചത്. 2 നേരം ഭക്ഷണം കഴിച്ചാൽ തടി കുറയോ കൊച്ചമ്മേ? 2 നേരം ഭക്ഷണം കഴിക്കും, പിന്നെ അതനുസരിച്ച് വർക്കൗട്ടും ചെയ്യണോടി. ഈ ഷട്ടിൽ കളിക്കും, ബാഡ്മിന്റനോ? ഷട്ടില് രണ്ടും അറിയത്തില്ല. ഷട്ടിലെന്ന് കോഴിയുടെ തൂവല് വെച്ചിട്ടുള്ള നെറ്റ് പോലെ വെച്ചിട്ട് തട്ടി കളിക്കുന്നത്. എന്ത് കളിച്ചെങ്കിലും ആയിക്കോട്ടെ, സംഭവം ഇപ്പോഴത്തെ ലുക്ക് നോക്ക്. പണ്ടാകെ തടിച്ച് വീർത്ത് ഇതുപോലെയൊക്കെ അല്ലേ ഇരിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്ക്, കണ്ടാ? അയ്യോ, ഇതൊന്നും മെലിഞ്ഞു പോയല്ല. കണ്ട് പഠിക്കുക കൊച്ചമ്മ. കൂട്ടുകാരി നമ്മുടെ തോളത്തെ കൈയിട്ട് നടന്നിട്ട് കാര്യമില്ല. ആ കൊച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണം കൂടെ എടുത്ത് കഴിച്ചിട്ടല്ലേ കൊച്ചമ്മ ഇങ്ങനെ തീർത്തു. ഞാൻ മെലിഞ്ഞു കൊച്ചമ്മ. നിങ്ങൾക്ക് രണ്ടുപേരും ഇങ്ങനെ വഴക്കൂടാൻ നാണം ഉണ്ടാവില്ലേ? തടി കുറയ്ക്കുക. ആദ്യം വഴക്കുണ്ടാക്കിച്ചത് ആരാ? പുതുമനയല്ലയോ? പുതുമന എന്തോന്നാ ഇത്? ഈ 6 പാക്ക് ഒക്കെ ഒന്ന് ആക്കണ്ടേ? ഈ അരിച്ചാക്കും ചുമന്ന അങ്ങനെ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ ആമ്പിള്ളേർക്ക് 6 പാക്ക് ആവശ്യമില്ലാന്ന് നിവിൻ പോളി ഒരു സിനിമയിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ആദ്യം നിവിൻ പോളിക്ക് അത് പറയാം, കാരണം ഇല്ലല്ലോ. നിവിൻ പോളി ആണെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് 2 പിള്ളേര് പോയി. ആ കൊച്ചുണ്ടാക്കി കൊടുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ച് വീട്ടിലിരുന്ന് അങ്ങ് സൂഹിക്കുക. എന്നിട്ട് പറയാം 6 പാക്ക് ആർക്കും വേണ്ടെന്ന്. അല്ല, അതിപ്പോ എന്താണെന്നറിയോ, ഈ 6 പാക്ക് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരു പ്രാവശ്യം പോയതാണ്. പോയി ജിമ്മിലൊക്കെ പോയി 6 പാക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ 6 പാക്ക് ഉണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്ത് ബുദ്ധിമുട്ടാ? 6 പാക്ക് ഉണ്ടാക്കിയ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് കുനിയാൻ, പെട്ടെന്ന് കുനിയാൻ നടക്കാം നമുക്ക്. കാണിച്ചുതരാം. ബുദ്ധിമുട്ട് എന്താന്ന് കാണിച്ചുതരാം, കണ്ടോക്ക്.
സ്വന്തം പുറത്തൊരു ഈച്ച വന്നിരുന്ന അതിനെ അടിക്കാൻ പോലും പറ്റില്ല. അതാ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ 6 പാക്ക് വേണ്ടാന്ന് വെച്ചത്. ഓ അല്ലാതെ പറ്റാഞ്ഞിട്ടല്ല. അല്ല പിന്നെ ഈ കല്യാണൊക്കെ ആവുന്ന സമയത്തൊക്കെ ഒരു തടിയൊക്കെ ഒന്ന് കുറച്ചൊരു കല്യാണത്തിന് കാര്യം പറഞ്ഞപ്പോഴേ പുതുമനെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. ഒമർ ലുലു ഇല്ലേ ഷെയർ ചെയ്താ ഒറ്റ ഷോട്ടിലെടുത്ത വീഡിയോ. ഇത് ഒമർ ലുലുവിന്റെ സിനിമയിലെ പാട്ട് തന്നെയല്ലയോ? അത് പ്രൊമോഷൻ ആയിക്കോട്ടെ വെച്ചിട്ടായിരിക്കും ഒമർ ലുലു ചിലപ്പോ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഒറ്റ ഷോട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ പറ്റുമോ? അത് പറ്റിയല്ലോ, അതുകൊണ്ടല്ലേ അത്. നിങ്ങൾ ഈ സിനിമാക്കാരെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ? ഇവിടെ സിനിമാ ലോകത്ത് നടക്കണ വല്ല കാര്യങ്ങൾ അറിയണ്ട. ബ്രഹ്മാണ്ഡ സിനിമകളുടെ റിലീസൊക്കെ മാറ്റി വെച്ചില്ലേ? നിങ്ങളോട് ചോദിച്ചിട്ട് വേണം സിനിമയുടെ റിലീസ് മാറ്റി വെക്കാനായിട്ട്. അല്ലാന്ന്, അതായത് ഇപ്പൊ ലാലേന്റെ മരക്കാറ്, മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ്, ഇങ്ങനെ സിനിമകളൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ഇരിക്കായിരുന്നല്ലോ. ഇതിന്റെ മൊത്തം റിലീസ് അങ്ങോട്ട് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. അതെന്താ? അതായത് പറയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഒന്നും പറയണ്ടേ. എന്താ ജമാലു? മോഹൻലാൽ ആരാധകർ ഒരു വർഷത്തിലധികമായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ചിത്രമാണ് 100 കോടി മുടക്കുമുതലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം. കഴിഞ്ഞ വർഷം അതായത് 2020 മാർച്ചിൽ റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു മരക്കാർ. എന്നാൽ കോവിഡ് മഹാമാരി കാരണം മാറ്റിവെക്കേണ്ടി വന്ന ചിത്രത്തിന്റെ റിലീസ് ഈ വർഷം മാർച്ചിൽ ഉണ്ടാകും എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ചിത്രത്തിന്റെ റിലീസ് മാർച്ചിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷം മാർച്ച് 26-ന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ജനുവരി 2-ാം തീയതി പറഞ്ഞിരുന്നത്. എന്നാൽ മാർച്ച് 26-ന് റിലീസ് ചെയ്താൽ റംസാൻ ആരംഭിക്കുന്നതിന് മുൻപായി 2-3 ആഴ്ചകൾ മാത്രമേ ചിത്രത്തിന് തിയേറ്ററുകൾ ലഭിക്കൂ. അത് കഴിയുമ്പോഴേക്കും പുതിയ ചിത്രങ്ങൾ എത്തും. ഇത് ഗൾഫ് റിലീസിനെ അടക്കം ബാധിക്കുമെന്നതാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി നീട്ടിവെക്കാൻ നിർമ്മാതാവിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നാൽ റംസാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ റിലീസായി ചിത്രം എത്താനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശൻ സ്ഥലത്തില്ലാത്തതിനാൽ അദ്ദേഹം എത്തിയതിനു ശേഷം ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി സംബന്ധിച്ച തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മരക്കാർ എന്ന ചിത്രത്തിന്റെ റിലീസ് വൈകുന്നതിൽ വിഷമമില്ലെന്ന് സംവിധായകൻ പ്രിയദർശൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വർഷമായി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി സംവിധായകനും നിർമ്മാതാക്കളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ മുടക്കുമുതലിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മരക്കാർ. 100 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ്. അതുകൊണ്ട് തന്നെ മരക്കാർ എപ്പോൾ റിലീസ് ചെയ്താലും ആളുകൾ ചിത്രം കാണാൻ എത്തുമെന്നും അത്തരമൊരു പ്രാധാന്യം ഈ സിനിമ ഇതിനോടകം നേടിയിട്ടുണ്ട് എന്നുമായിരുന്നു പ്രിയദർശൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ പകുതിയിലേറെയും നാവിക യുദ്ധമാണ്. 16-ാം നൂറ്റാണ്ടിനെ അതേപടി പുനരാവിഷ്കരിക്കുകയാണ് മരക്കാർ എന്ന ചിത്രത്തിൽ. മോഹൻലാലിനൊപ്പം പ്രണവ് മോഹൻലാലും ഈ ചിത്രത്തിലെത്തുന്നു. കുഞ്ഞാലി മരക്കാരുടെ കുട്ടിക്കാലമാണ് പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. പ്രണവിനെ കൂടാതെ ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി അന്യഭാഷാ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നതും ഏറെ പ്രതീക്ഷകൾ നൽകുന്ന കാര്യമാണ്. മോഹൻലാലിൻ്റെതായി ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ചിത്രം ദൃശ്യത്തിന്റെ 2ാം ഭാഗമാകുമെന്ന് തീർച്ചയായി. ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മരക്കാർ എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചാൽ ഈ വർഷം ആദ്യമായി തിയേറ്ററിലേക്ക് എത്തുന്ന മോഹൻലാൽ ചിത്രം ആറാട്ട് എന്ന ചിത്രമായിരിക്കുമെന്നും ഓഗസ്റ്റ് 12-ന് ഓണത്തിനോടനുബന്ധിച്ച് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ. നെയ്യാറ്റിൻകര ഗോപൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. തീർത്തും മാസ് എന്റർടൈനർ എന്ന നിലയിലൊരുങ്ങുന്ന ഈ ചിത്രത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയാണ്. ഒരു വർഷത്തോളമായി മരക്കാർ എന്ന ചിത്രം കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മരക്കാറിന് മുമ്പ് കാണാനാവുക നെയ്യാറ്റിൻകര ഗോപനെയായിരിക്കും, ഗോപന്റെ ആറാട്ടായിരിക്കും എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഓണം വരെ കാത്തിരിക്കണമല്ലോ ലാലേട്ടന്റെ മികച്ച പ്രകടനം കാണാൻ എന്ന വിഷമത്തിലാണ് മോഹൻലാൽ ആരാധകർ. എന്തു ചെയ്യാം, കാത്തിരുന്നേ പറ്റൂ. അല്ല അതെ ഇനിയുള്ള ജന്മങ്ങളിൽ ഞാൻ നിന്നെ തന്നെ സ്വന്തമാക്കും. അല്ല അതാ എന്താ വെച്ചാലേ
നമ്മൾ ഈ ഒരു ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ കേൾക്കുമ്പോഴേ. അല്ല ഇനിയുള്ള എല്ലാ ജന്മങ്ങളും നിന്നെ തന്നെ ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് അത്. ആ ശരി 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 വിളിക്കാട്ടോ, വിളിക്കേ. ശരി ഓക്കെ. പുതുമനെ ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ പോരെ, എത്രയും പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിച്ചേരെ. അതെ, കല്യാണം കഴിക്കാനാ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. കല്യാണം സമയം കളയണ്ട, ഇങ്ങനെയൊക്കെ സാഹിത്യം പറഞ്ഞോണ്ടിരുന്നിട്ട് എന്തിനാ? പുതുമന പ്രായമാവോ, പെരന്നിറങ്ങി നിക്കുവോ പുതുമന, ഒന്ന് കല്യാണം കഴിക്കേ. ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്താണെന്നറിയോ? നീ ഈ ഭാവന ചുംബിക്കുന്ന ഒരു കാര്യം അതിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഭാവനയിലൊക്കെ എന്തിനാണ് അതും പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെ, ഭാവനയിൽ ആരാണ് പുതുമനെ ചുംബിക്കാൻ വന്നത്? ഏതെങ്കിലും ഒരു അപ്സരസ് പുതുമനെ ചുംബിക്കാൻ വന്നോ? അയ്യോ, അപ്സരസ് എന്നെ ചുംബിക്കാൻ വന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നടിയുണ്ടല്ലോ ഒരു ഭാവന, നമ്മുടെ നടിയില്ലേ ഭാവന, ഭാവന കൊച്ച്. ആ ഈ ഭാവന ഒരു പാവം ചെറുക്കനെ കല്യാണം കഴിച്ചു, നവീൻ. ആ അവരുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം. 3 വർഷമായി. അപ്പോ ഭാവന ആ ഭർത്താവിന്റെ ചുംബിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് പറയാണ്, ഇനിയുള്ള ജന്മങ്ങൾ എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ നിന്നെ തന്നെ തെരഞ്ഞെടുക്കും, ഇനി എനിക്ക് അത്രയും സ്പെഷ്യലാണ് എന്നൊക്കെ. ഇതാ കണ്ട, ഇത് നമ്മളോട് പറഞ്ഞല്ലേ, നമ്മളോട് പറഞ്ഞു ഇനിയിപ്പോ എത്ര വർഷമായാലും ഇവർ ഒന്നിച്ച് ജീവിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇപ്പൊ അത് കള വേറെ വല്ലതും പറ. ആ എന്നാ പിന്നെ ഈ കള എന്ന് പറയുമ്പോഴേ, ഈ കള എന്ന് പറയുമ്പോ കളയാതെ എങ്ങനെ ഇരിക്കല്ലേ പുതുമനെ. ഞാൻ ഇപ്പൊ ഈ 2ാമത് കള എന്ന് പറഞ്ഞു വന്നത് എന്തിനാന്നറിയോ? ടൊവിനോ തോമസിന്റെ പുതിയ സിനിമയുടെ പേരാണ് കള. അയ്യോ, ഞാൻ അപ്പൊ അതിന്റെ ടീസർ പുറത്തിറങ്ങി, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു ടോവി പറഞ്ഞിരുന്നു. ഇതാ കണ്ട, ചമ്മലങ്ങ് മാറും. കളറായിട്ടുണ്ടല്ലോ. അതെ, നല്ല രസമുണ്ടല്ലോ. എന്തുവാ? എന്താ ലിപ് ലോക്ക് ഉണ്ടെന്ന്? ലിപ് ലോക്ക് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അയ്യോ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഈ മഞ്ജു വാര്യര് ഒരിക്കലും കള്ളം പറയാറില്ല. മഞ്ജു വാര്യര് കള്ളം പറയാറില്ല. അതിപ്പോ എന്തിനാ എടുത്തു പറയേണ്ട കാര്യം? പിന്നെ അത് മാത്രമല്ല, ഈ മഞ്ജു വാര്യർക്കും ദിവ്യാഉണ്ണിക്കും ഇടയ്ക്ക് ഒരു ശത്രുതയുണ്ട്. ദിവ്യാഉണ്ണി പറഞ്ഞായിരുന്നു. ദിവ്യാഉണ്ണി അങ്ങനെ പറഞ്ഞ? അങ്ങനെയല്ല, വേറെ കുറെ കാര്യമുണ്ട്, ജമാല് പറയും. മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന താരമാണല്ലോ മഞ്ജു വാര്യർ. സിനിമയിലേക്കുള്ള തന്റെ 2ാം വരവിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നേറുന്ന മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി. താൻ കള്ളം പറയാറില്ലെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. എന്താണിപ്പോ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ചിലർ ചോദിക്കാൻ തുടങ്ങി. കള്ളം പറയാറേയില്ലെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാണ് ചില ആരാധകർക്കൊക്കെ അറിയാനുണ്ടായിരുന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുള്ള മഞ്ജു വാര്യർ ഈയിടെയായി വളരെ സെലക്റ്റീവായാണ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും സിനിമകൾ ചെയ്യുന്നതും. തനിക്ക് പ്രാധാന്യമുള്ള സിനിമകളോ അതല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃതമായ കഥകളോ ആണ് മഞ്ജു കൂടുതലായും സെലക്ട് ചെയ്യുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയായതുകൊണ്ട് തന്നെ താരത്തിന്റെ അടുത്ത് കഥ പറയാനും തങ്ങളുടെ സിനിമയിൽ അഭിനയിപ്പിക്കാനും ഓരോ ദിവസവും നിരവധി പേരാണ് എത്താറുള്ളത്. അവരോട് താൻ കള്ളം പറയാറില്ല എന്നാണ് താരം തുറന്നു പറഞ്ഞത്. തന്റെ അടുത്ത് കഥ പറയാൻ വരുന്നവരോട് താൻ കാണിക്കാറുള്ള ഒരു മര്യാദയെ കുറിച്ചാണ് മഞ്ജു വാര്യർ തുറന്ന് സംസാരിച്ചത്. തന്റെ മുന്നിൽ വരുന്നവരുടെ കഥ ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ കഥ കേട്ടതിനു ശേഷം ഇഷ്ടമായില്ലെങ്കിൽ അത് ഇഷ്ടമായില്ല എന്ന് തന്നെ താൻ തുറന്നു പറയാറുണ്ടെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അതല്ലാതെ പിന്നെ ആലോചിച്ചിട്ട് തീരുമാനം പറയാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഈ കഥ കേൾക്കട്ടെ, മറ്റാരോടെങ്കിലും ഡിസ്കസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ ഒഴിവാക്കി വിടാൻ ശ്രമിക്കാറില്ല എന്നും, ഇഷ്ടമായില്ലെങ്കിൽ ഈ കഥ ഇഷ്ടമായില്ല, ഈ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് അവരോട് മുഖത്ത് നോക്കി പറയാറുണ്ടെന്നും, അതിന് കാരണം അവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുത്ത് അവരുടെ സമയം കളയേണ്ടതില്ലല്ലോ, അവർക്ക് ഈ കഥയുമായി മറ്റേതെങ്കിലും താരത്തിനെ സമീപിക്കാനും അവരുടെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാനും സാധിക്കും. താൻ കഥയെക്കുറിച്ച് പിന്നീട് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അവരുടെ സമയം നഷ്ടപ്പെടുകയല്ലേ എന്നും താരം ചോദിക്കുന്നു. അത് വളരെ നല്ലതാണെന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത്. കഥ കേട്ടാൽ ഉടനെ തന്നെ ഒരു മറുപടി ലഭിക്കുമല്ലോ,
അത് വലിയ കാര്യം തന്നെയാണ്. ഇനി മറ്റൊന്ന്, മഞ്ജു വാര്യരുടെ പഴയ കാലത്തെ സുഹൃത്തും മലയാള സിനിമയിലെ മുൻനിര നായികയുമായിരുന്ന ദിവ്യ ഉണ്ണി മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞതാണ്. മലയാള സിനിമയിൽ ബാലതാരമായി എത്തിയ താരമാണല്ലോ ദിവ്യ ഉണ്ണി. നായികയായിരുന്ന സമയത്ത് മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന താരം വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്ന് അവധിയെടുത്തത്. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും മഞ്ജു വാര്യരുമായുള്ള സൗഹൃദവും ശത്രുതയും എങ്ങനെയായിരുന്നു എന്നും ദിവ്യ ഉണ്ണി ഈയിടെയാണ് തുറന്നു പറഞ്ഞത്. ആ സിനിമ ഇറങ്ങിയ കാലത്ത് മാധ്യമങ്ങളിലെല്ലാം അഭിമുഖം കൊടുക്കാറുണ്ട്. ആ സമയത്ത് മഞ്ജു വാര്യരുമായി എങ്ങനെയാണ് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ സ്ഥിരമായി ചോദിക്കാറുണ്ട്. കാരണം തങ്ങൾ ഇരുവരും കടുത്ത ശത്രുക്കളാണെന്ന തരത്തിൽ പലവിധ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ തങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. തങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ താൻ പലയിടത്തും മഞ്ജു ചേച്ചിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്നും അങ്ങനെയെങ്കിലും തങ്ങൾ തമ്മിൽ ശത്രുതയില്ലെന്ന് മറ്റുള്ളവർ കരുതിക്കോട്ടെ എന്നാണ് വിചാരിക്കാറുള്ളതെന്നും ദിവ്യ ഉണ്ണി പറയുന്നു. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഇരുവരുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ അല്ലറ ചില്ലറ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് അത്തരത്തിൽ വാർത്തകൾ വന്നത്. ഇരുവരും തമ്മിൽ ഒരു പ്രശ്നവും അന്നുമില്ല ഇന്നുമില്ല. മാത്രവുമല്ല ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാ കഥകൾ പറഞ്ഞ് അവരെ തമ്മിൽ അകറ്റരുതേ എന്നും പറഞ്ഞ് ജമാല് തൽക്കാലം നിർത്തുന്നു. അതായത് നിങ്ങൾ ഈ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. വൈറലാവണം എന്തെങ്കിലും സംഭവം എടുത്ത് ചെയ്താലേ രക്ഷപ്പെടുള്ളൂ. വേണം. കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെ ഹാപ്പി ആനിവേഴ്സറി ആയിരുന്നല്ലോ, 17ാമത്തെ വെഡിങ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. ഭാര്യയാണെങ്കിൽ സരിത പിടിച്ചിട്ട് കഴുത്തിങ്ങനെ ഞെരിച്ച് പിടിച്ചിട്ട് ഉള്ളി കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ആണ് കൊച്ചമ്മ, ഞാൻ കണ്ടതാ. ഞെരിച്ച് പിടിച്ചു ജയസൂര്യയുടെ ഭാര്യ ജയസൂര്യയുടെ കഴുത്തിന് ഞെരിച്ച് പിടിച്ചു. എന്നിട്ട് ജയസൂര്യ ഭയങ്കര കരച്ചിൽ. എന്റെ പൊന്നു ജമാലി, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കാവോ? ദോസ്ത് എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ജയസൂര്യ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ഊമപ്പെണ്ണിനെ ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ച ജയസൂര്യ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. മലയാളത്തിലെ ശ്രദ്ധേയരായ താരങ്ങളിൽ ഒരാളായി മാറിയ ജയസൂര്യ കോവിഡ് കാലത്ത് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചതിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും 17ാം വിവാഹ വാർഷികമായിരുന്നു. അന്ന് താരം പങ്കുവച്ച ചെറിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായത്. എന്നെ എനിക്ക് കാണിച്ചു തന്ന നിനക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നാണ് ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒപ്പം 2 ചിത്രങ്ങളും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തന്റെ പ്രിയതമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശംസകൾ നേർന്ന ജയസൂര്യ പൊട്ടിക്കരയുന്നതിന്റെ ചിത്രവും ഏറെ ചർച്ചയായി മാറി. സരിതയും തിരിച്ച് വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. 2 വാക്കിൽ സരിത വലിയ കാര്യമാണ് പറഞ്ഞത്. നീ ആയിരിക്കുന്നതിന് നന്ദി എന്നാണ് ജയസൂര്യയോടൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് സരിത സോഷ്യൽ മീഡിയയിൽ എഴുതിയത്. പ്രണയിച്ചാണ് ഇരുവരും വിവാഹം കഴിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജയസൂര്യയുടെയും സരിതയുടെയും വിവാഹം 2004-ലായിരുന്നു. ഇരുവർക്കുമായി അദ്വൈത്, വേദ എന്നിങ്ങനെ 2 മക്കളാണുള്ളത്. അച്ഛനെ പോലെ തന്നെ സിനിമയെ ഏറെ സ്നേഹിക്കുന്ന അദ്വൈത് അഭിനയ രംഗത്ത് സജീവമാണ്. ചില സിനിമകളിൽ ജയസൂര്യയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നത് അദ്വൈതായിരുന്നു. അത് മാത്രവുമല്ല, അദ്വൈത് സംവിധാനം ചെയ്ത ഹ്രസ്വ ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു സംവിധായകൻ എന്ന നിലയിലോ ഒരു നടൻ എന്ന നിലയിലോ തന്റെ മകൻ സിനിമയിലെത്തുമെന്ന് ജയസൂര്യക്ക് ഇപ്പോഴേ ഉറപ്പാണെന്ന് സാരം. എത്ര ഷൂട്ടിംഗ് തിരക്കുകൾ ഉണ്ടെങ്കിലും തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവിടാൻ സമയം കണ്ടെത്തുന്ന ആളാണ് ജയസൂര്യ. കഴിഞ്ഞ വർഷം കുടുംബത്തോടൊന്നിച്ച് നേപ്പാളിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കുമെല്ലാം യാത്രകൾ നടത്തുകയും അതിന്റെ യാത്രാവിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാനും ജയസൂര്യ സമയം കണ്ടെത്തിയിരുന്നു. ഇതിനിടയിലാണ് വിവാഹ വാർഷികത്തിന് ജയസൂര്യ പങ്കുവച്ച കരയുന്ന ഈ ചിത്രം വൈറലായി മാറിയത്. സന്തോഷം കൊണ്ടാണ് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ജയസൂര്യ മനസ്സ് നിറഞ്ഞ് കരഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ.
നീണ്ട 17 വർഷങ്ങൾ സന്തോഷകരമായി മുന്നോട്ട് പോയതിന്റെ ആനന്ദ കണ്ണീരാണ് നമ്മൾ അവിടെ കണ്ടത്. മിമിക്രി വേദികളിലും സീരിയലുകളിലും ചെറിയ അവസരങ്ങൾക്കായി അലഞ്ഞു നടന്ന ഒരു കാലമുണ്ടായിരുന്നു ജയസൂര്യക്ക്. അതിനുശേഷം സിനിമയിലേക്ക് എത്തിയ ജയസൂര്യ നായകനാവുകയും പിന്നീട് തന്റെ പ്രണയിനിയായ സരിതയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ജയസൂര്യയുടെ ജീവിത വിജയത്തിന് പുറകിൽ താങ്ങും തണലുമായി ഭാര്യ സരിതയുണ്ടായിരുന്നു. ഒരു ഫാഷൻ ഡിസൈനറായ സരിത ജയസൂര്യയുടെ ലൈഫ് നന്നായി ഡിസൈൻ ചെയ്തു എന്നതാണ് സത്യം. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് പറയാറില്ലേ? ജയസൂര്യയുടെ കാര്യത്തിൽ അത് ഈ സ്ത്രീയാണെന്ന് പറയാം. ജയസൂര്യയുടേതായി അവസാനം തിയേറ്ററിലെത്തിയ ചിത്രമാണ് വെള്ളം. ഈ ചിത്രത്തിലെ മുരളി എന്ന കഥാപാത്രത്തിന് ഒട്ടേറെ അനുമോദനങ്ങൾ ജയസൂര്യക്ക് ലഭിച്ചിരുന്നു. ഇപ്പോഴിതാ നടൻ ജയസൂര്യയെ പ്രശംസിച്ച് കോട്ടയം നസീർ രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളം സിനിമയിലെ ജയസൂര്യയുടെ പ്രകടനം അതിഗംഭീരമാണെന്നും പറഞ്ഞ് കോട്ടയം നസീർ സോഷ്യൽ മീഡിയയിൽ എഴുതിയതിങ്ങനെ: നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു മലയാള സിനിമ തിയേറ്ററിൽ കണ്ടു. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം നസീറിന്റെ മിമിക്സ് ട്രൂപ്പിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളായിരുന്നു ജയസൂര്യ. അന്ന് ജയസൂര്യ പറയാറുള്ളത് കോട്ടയം നസീറിനെ പോലെയുള്ള ഒരു കലാകാരനൊപ്പം സഹകരിക്കുന്നത് അദ്ദേഹത്തിന് അഭിമാനമായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് താൻ അത് തിരുത്തി പറയുന്നു. ജയസൂര്യയെ പോലൊരു കലാകാരൻ എന്റെ കൂടെ ആയിരുന്നു എന്ന് പറയുന്നത് തനിക്ക് അഭിമാനമാണെന്നാണ് കോട്ടയം നസീർ പറയുന്നത്. ജയസൂര്യ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ജയസൂര്യയുടെ ഗുരുതുല്യനായ കോട്ടയം നസീർ ഇന്നിങ്ങനെ പറയാനുള്ള കാരണം. ഇനിയും ഒരുപാട് വിജയങ്ങൾ നേടാൻ ജയസൂര്യക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബാലരമയിലെ മായാവി സിനിമയാവുമ്പോ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ആരൊക്കെയായിരിക്കും? മഞ്ജു വാര്യരെ കുറിച്ചും പാർവതിയെ കുറിച്ചും ശാന്തികൃഷ്ണ പറഞ്ഞത് വൈറലാവുന്നു. തന്റെ പ്രണയ നഷ്ടത്തെ കുറിച്ചും പുതിയ പ്രണയത്തെ കുറിച്ചും അനുശ്രീ പറയുന്നത് കേട്ടാലോ? ആത്മഹത്യാ പ്രവണതയെ കുറിച്ച് പൂർണിമ ഇന്ദ്രിയത്ത് പറഞ്ഞത് വൈറലാവും. സിനിമാ രംഗത്തെ ഞെട്ടിക്കുന്ന വാർത്തകളും അപ്രിയ സത്യങ്ങളുമായി ഞങ്ങൾ എത്തും രാത്രി കൃത്യം 7:30. കാത്തിരിക്കണേ. വീക്കിലി ഗിഫ്റ്റ് സ്പോൺസർ സ്വപ്നസുന്ദരമായ സുഖനിദ്രയ്ക്ക് 4 വിഷ് മാട്രസ്. ഡെയിലി ഗിഫ്റ്റ് സ്പോൺസർ വെക്സ്പോർഡ് ടീ-ഷർട്ട് ഫോർ ജെന്റ്സ് ആൻഡ് ബോയ്സ്. ലോലമായ വസ്ത്രങ്ങൾക്ക് ബൂം ബേബി കിഡ്സ് വെയർ. സ്നേഹാസ് കോസ്റ്റ്യൂം കേർട്സി സൃഷ്ടി ക്രിയേറ്റീവ് ഫാഷൻ ടെമ്പിൾ റോഡ് തൃപ്പൂണിത്തുറ. രശ്മീസ് കോസ്റ്റ്യൂം കേർട്സി പട്ടുറുമാൽ വെഡിംഗ് കളക്ഷൻസ് മെയിൻ റോഡ് കായംകുളം.